ഹലോ സെറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോഴും കൊടൈക്കനാലിൽ തന്നെയാണോ ഉള്ളത് കേട്ടോ. ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കുറിഞ്ഞി ആണ്ടവർ ക്ഷേത്രത്തിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ കുറിഞ്ഞി ആണ്ടവർ ടെമ്പിൾ. ഈ അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഈ അമ്പലത്തിൻ്റെ ഇടത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പളനി അമ്പലം കാണാമെന്നാണ് പറയുന്നത്. ഞാനതെല്ലാം അങ്ങോട്ടേക്ക് കയറിപ്പോയില്ല. അടുത്തത് നമ്മൾ അവിടുന്ന് പോയത് കോക്കേഴ്സ് വോക്ക് എന്ന സ്ഥലത്തേക്കാണ്. ഒരു വലിയ മലയുടെ സൈഡിലൂടെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടൊരു പാതയാണിത് കേട്ടോ. 1872 കോക്കർ എന്ന് പറയുന്ന ആളാണത്രേ ഈ പാത നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ കോക്കേഴ്സ് വോക്ക് എന്ന് വിളിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഞാനൊരു ഉച്ച സമയത്താണ് ഇവിടെ പോയത്. എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്താണെങ്കിലും. വെയിലുണ്ടെങ്കിലും തണുപ്പുള്ളത് കൊണ്ട് അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. ഏകദേശം ഒരു 2 മണിക്കൂറോളം നടക്കാനുള്ളൊരു പാതയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ താഴത്തെ അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. മഞ്ഞ് മൂടി കിടക്കുന്ന കൊടൈക്കനാലിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബൈനോക്കുലർ വഴി നമുക്ക് ആ ഒരു താഴത്തെ മലയുടെ ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഏതായാലും അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പോകുന്ന കണ്ടപ്പോൾ സേറായി എൻ്റെ പുറകെ വന്നു കേട്ടോ. അവൾക്കും ബൈനോക്കുലർ വഴി അവിടുത്തെ കാഴ്ച കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ നിന്ന് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. അവൾക്ക് എന്താ മനസ്സിലായതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഒരു സ്ഥലത്തുകൂടെ ഞാൻ കുറച്ച് മാത്രമേ നടന്നുള്ളൂ കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുറച്ച് നടന്ന കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് പില്ലർ റോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഏകദേശം 400 അടി ഉയരത്തിലുള്ള ലംബമായ 3 പാറകളാണിത്. അതുകൊണ്ടാണ് ഇതിനെ പില്ലർ റോക്സ് എന്ന് വിളിക്കുന്നത്. പില്ലർ റോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഡേവിഡ് ഗെല്ലി എന്നൊരാളുടെ കഥയും ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഡേവിഡ് ഗെല്ലി എന്നയാൾ കൊടൈക്കനാലിലെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ഇടയ്ക്കിടെ ഇവിടെ വരുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അവസാനമായി വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഫോട്ടോ പകർത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാൽ വഴുതി താഴേക്ക് വീഴുകയും അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു. സ്വന്തം ഭാര്യയുടെ മരണത്തിൽ മനസ്സ് വിഷമിച്ച അദ്ദേഹം ആ പാറയുടെ മുകളിലേക്ക് കയറുകയും അവിടെ മരത്തടിയാൽ നിർമ്മിച്ച ഒരു വെള്ള കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ വെള്ള കുരിശ് കരുതപ്പെടുന്നത്. അതിനുശേഷം 3-ാമത്തെ ദിവസം അദ്ദേഹം തിരികെ വരികയും പിന്നെ ആരും അദ്ദേഹത്തെ കാണുകയും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ പാറയുടെ മുകളിൽ നിന്ന് ചാടി മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. കോക്കേഴ്സ് വോക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന ഗുണ കേവിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കാട്ടുപോത്തിനെ കണ്ടു കേട്ടോ. ഗുണ കേവിലെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.